Rukata, how many days to go? One. One more days to go. Tomorrow നമ്മള് എയർപോർട്ട് പോവാ ഈവനിങ്ങില്. നമ്മൾ ചെന്നൈ പോവാ, അറബ് പോവാ. ഇന്നാണ് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം ഏട്ടൻ ലഗേജ് ഒക്കെ ഒന്ന് നോക്കി പേരൊക്കെ എഴുതി വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്തു വെക്കായിരുന്നു. അപ്പം നമ്മൾ എല്ലാം സെറ്റാണ് നാട്ടിൽ പോകാനായിട്ട്. അങ്ങനെ 3 വർഷത്തിന് ശേഷം നാട്ടിൽ പോവാണ്. അപ്പം എല്ലാം പാക്ക് ചെയ്ത് ഓൾറെഡി നമ്മൾ താഴെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങണം അല്ലേ? ഒരു മിനിറ്റ് പറയും. എന്താ പറയാൻ പോയി? 3 days ഉണ്ട് ചെന്നൈയിലെത്താൻ. 3 days സൺഡേ എത്തും അല്ലേ? സൺഡേ എത്തും. ഓക്കെ. നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീടൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പോകുന്നതിന് മുന്നേ. അപ്പോ ആരാഞ്ഞു വന്നാല് ജോലിയായിട്ടിരിക്കാം. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന വഴിയിൽ കാണാം. നമ്മൾ ഫൈനലായിട്ട് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ കുറേ നാളത്തേക്കായിട്ടൊരു യാത്ര പോകല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും മനസ്സിൽ. എല്ലാം ഓഫ് ചെയ്തില്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അന്നാണെങ്കിൽ കഷ്ടകാലത്തിന് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടിയൊക്കെ ഓൾറെഡി ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ നമ്മൾ സ്റ്റേഴ്സ് വഴി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. നമ്മുടെ കയ്യിൽ ലഗേജും അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ക്യാബ് വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10:40 ആയിരുന്നു ടൈം. അപ്പോൾ നമ്മളൊരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നേരത്തെ പോകാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 1 hour ടൈം ഉണ്ട്. നമ്മൾ ന്യൂയോർക്കിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഇതാ പോയി കാണുന്നതാണ് എയർപോർട്ട്. ഇതാ അവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ നിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ടെർമിനൽ 4ലേക്കാണ് പോകേണ്ടത്, ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എത്തിഹാഡിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അബുദാബി വഴി പിന്നെ ചെന്നൈയിലേക്കാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ട് എത്തി. അപ്പൊ നമ്മൾ എല്ലാ ബാഗും കൂടി ഇല്ലേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കുകയാണ്. ഓൾ സെറ്റ്. 1 2 3 7 8 9 10 അയ്യോ. ഈ 2 കുട്ടികളെയും വെച്ച് ഇങ്ങനെ ഒരു ലോങ് ജേർണി പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ആളാണെങ്കിൽ ഇപ്പോൾ മുട്ടിലഴഞ്ഞ് നടക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവനങ്ങനെ അടങ്ങിയിരിക്കൊന്നുമില്ല. അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൂടിയാണ്. അപ്പൊ അവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓർത്തായിരുന്നു കൂടുതൽ ടെൻഷൻ. സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോവാ. ധ്രുവക്കുട്ടനായിരുന്നു കേട്ടോ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അവനാണെങ്കിൽ ഒരു 3 വയസ്സൊക്കെ ആവുന്നതിന് മുൻപ് നമ്മൾ യുഎസിലേക്ക് വന്നപ്പോൾ അവൻ അത്ര ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ തിരിച്ചു പോകുമ്പം ഈ ഒരു യാത്രയാണ് അവന് കൂടുതൽ മെമ്മറി ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവനാണ് ഈ ഒരു യാത്രയിൽ കൂടുതലും വിവരണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവൻ അവന്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ. അവന് അങ്ങനെ ഒരു ആഗ്രഹമുള്ള കാരണം പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്ല, സെക്യൂരിറ്റി ചെക്ക് പോകാൻ പോവാണ്. ഇതാ നടക്ക് നടക്ക് ധ്രുവ നടക്ക്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇപ്പോ നമ്മള് താഴെ പോവാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടും നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 10:40 ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ടൈം. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ചു. അത് മെക്ഡീന്ന് കഴിച്ചു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ കവർ ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഗേറ്റിലേക്ക് പോയത്. ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് കേട്ടോ ഞങ്ങള് അബുദാബി പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളവിടെ ഗേറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ചെറിയ കുട്ടിയുള്ള കാരണം നമുക്കൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ കുട്ടികൾ പിന്നെ വീൽ ചെയറിലുള്ളവരൊക്കെ ഒരു സെപ്പറേറ്റ് ലൈനിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ആദ്യം കയറ്റി വിട്ടു കേട്ടോ.
അല്ല അല്ല നടക്ക് 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 ആയിട്ടില്ല. നോ 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 15. ഇതാണോ? ആ ഇതാണ് 15. ഇതാണ് 2 തെറ്റായാ? എന്താ ചെയ്യണേ? നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറിയില്ലേ? അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായിട്ടിരുന്നു. നമ്മൾ ബാസ്നെറ്റ് സീറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ആ ഒരു ലെഗ് സ്പേസ് ഉള്ള ഫസ്റ്റ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ബിസിനസ് ക്ലാസ്സിന് അടുത്തായിരുന്നു. പിന്നെ നമ്മൾ ബാസ്നെറ്റ് എടുത്തില്ല കേട്ടോ, കാരണം അവനെ മടിയിൽ തന്നെ വെച്ച് ഉറക്കാന്ന് വിചാരിച്ചു. ബാസ്നെറ്റിൽ വെച്ച് ഉറക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, അതും ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ പിന്നെ അവനെ കയ്യിൽ തന്നെ വെച്ച് ഉറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ചെറിയ ആൾക്കും സീറ്റ് ബെൽറ്റ് ഇടണമായിരുന്നു. അതിന് അവരൊരു കുഞ്ഞ് സീറ്റ് ബെൽറ്റ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവനും സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ടേക്ക് ഓഫിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറേ നേരം റൺവേ കൂടെ പോയി, അത് കഴിഞ്ഞിട്ടാണ് ടേക്ക് ഓഫ് ആയത്. ധ്രുവിനെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് അവൻ സമയം കളഞ്ഞിരുന്നത്. എന്നിട്ടും ഒരു ഉറക്കൊക്കെ ഇറങ്ങി എണീറ്റപ്പോഴേക്കും അവൻ കരച്ചിലായി. എനിക്ക് ഇന്ത്യ പോകണ്ട, ഇത് ലോങ് ജേർണി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ടിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറങ്ങാൻ നോക്കി വരുമ്പോഴേക്കാണ് അവര് ഫുഡ് കൊണ്ടുവന്നത്. ഫുഡ് നമ്മൾ നോൺ വെജ് ആണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബിരിയാണി ആയിരുന്നു. പിന്നെ സൈഡില് ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചന വെച്ചിട്ടൊരു സാലഡ് പോലെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ചീസ് കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിന്നർ കഴിച്ച കാരണം. അപ്പൊ ഞാൻ ബിരിയാണി കുറച്ച് കഴിച്ചു, പിന്നെ കേക്ക് ഒന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ആ ഒരു സാലഡ് കുറച്ച് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഒരു ജേർണി ഓൾമോസ്റ്റ് നൈറ്റ് ടൈം ആണ്. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് അങ്ങനെ വിൻഡോയില് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ക്ലൗഡോ ആകാശമോ ഒന്നും ശരിക്കും കാണാനില്ല. ഫുൾ നൈറ്റ് ആയിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കണ്ണ് തുറക്കുമ്പോഴേക്കും അടുത്ത ഫുഡും വന്നു കേട്ടോ. നമുക്ക് എങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ടൈമൊന്നും അറിയില്ല. പിന്നെ അതിൽ നോക്കിയിട്ടാണ് എത്താറായോ, പിന്നെ ലോക്കൽ ടൈമൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ അതിൽ നോക്കി ഇരിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയില് കുറച്ച് വെളിച്ചാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ക്ലൗഡൊക്കെ കാണുന്നുണ്ട്. ദേവൂട്ടനെ എഴുന്നേറ്റ് ഫ്രഷ് ഒക്കെ ആയി. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ വിൻഡോയിലൊക്കെ നോക്കി കളിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് അബുദാബി എത്താറായി. അപ്പൊ നമ്മുടെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ജേർണി ആയിരുന്നു, അത് കാരണം ഞാൻ ഒരു ഗുഡ് എക്സ്പീരിയൻസ് കൊടുത്തു കേട്ടോ. അബുദാബി എത്താറായിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഫുള്ള് മരുഭൂമിയാണ് കാണുന്നുണ്ടായിരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ സമയത്താണ് അബുദാബി എത്തുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അബുദാബി വഴിയാ. എല്ലാ ബാഗ് എടുത്തേട്ടാ. അങ്ങനെ നമ്മൾ അബുദാബിയിൽ ലാൻഡ് ആയിട്ടോ. അപ്പൊ ഇവിടെ നമുക്കൊരു 7 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഇനി പുലർച്ചെയാണ് നമുക്ക് ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ പോയി പിന്നെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് സ്പെൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ഇവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് അവിടെ നമുക്കിങ്ങനെ സ്ട്രോളർ റെന്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് കാരണം ദേവൂട്ടന് ഞങ്ങളൊരു സ്ട്രോളർ റെന്റ് എടുത്തു. അപ്പൊ അതായിരുന്നു നമുക്ക് സൗകര്യം. എപ്പോഴും ഇങ്ങനെ
തോളത്തിട്ട് നടക്കാന്ന് പറഞ്ഞാൽ അതും അത്ര എളുപ്പമല്ല. ഇവിടെയും ചെറിയൊരു മാൾ പോലെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഈ ഒരു 7 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ മേലെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഇത്രയും സമയമുള്ള കാരണം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുഡ് എന്തായാലും കഴിക്കേണ്ടി വരും. പിന്നെ ചെറിയ ആൾക്കുള്ള ഫുഡ് ഞാൻ അവനുള്ള ഈ പ്രോസസ്ഡ് ഫുഡ് പോലെ പ്യൂരി പോലെയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. ഈ ആപ്പിൾ പ്യൂരി, ബനാന പ്യൂരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന് അതൊക്കെ കൊടുത്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഗേറ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ ചെയർ, സോഫ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ ആ ഭാഗത്ത് ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തു. എങ്ങടെ കേറണേ? നമ്മള് അബുദാബി എയർപോർട്ട് എത്തി. നമ്മള് ഫോട്ടോസ് എടുത്തു, ഫുഡ് കഴിച്ചു, ഷോപ്പിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കല്. ചെന്നൈ പോവാൻ ട്രെയിൻ വരാനാ? പ്ലെയിൻ വരാനാ? ഓക്കെ ഓക്കെ, സോറി ഓക്കെ. ചെന്നൈ പോവാല്ലേ? എവിടെ പോകുന്നേ? ചെന്നൈ. 8 hours പ്ലെയിൻ വരാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോർഡിങ് തുടങ്ങി. പുലർച്ചെയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ മെല്ലെ ഉള്ളിലേക്ക് കയറ്റി തുടങ്ങി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നല്ല ഫ്ലൈറ്റാ. പേപ്പർ കളർ ബ്ലൂ. അല്ലേ? കുറച്ച് പോകണ്ടല്ലേ? നോക്കട്ടാ, ഫ്ലൈറ്റ് കയറിയില്ലേ? ചെന്നൈ പോയിട്ട് കാണാം. എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. എല്ലാരും അല്ല, ആലമ്പൂരും ചെന്നൈ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇവിടെ നമ്മൾ ബാസ്നെറ്റ് സീറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ മിഡിലില് ഉള്ളിലുള്ള ഒരു സീറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് ആയിരുന്ന കാരണം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നന്നായിട്ട് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലൈറ്റൊക്കെ. പുറത്തിപ്പോ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. നമ്മൾ ചെന്നൈയിൽ എത്തുന്നത് മോർണിംഗ് ആണ്. മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയിരുന്നു. അപ്പം ഇപ്പൊ പുറത്ത് നോക്കുമ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വന്ന് മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെളിച്ചായി. അപ്പൊ താഴേക്കൊക്കെ നോക്കുമ്പോൾ ക്ലൗഡൊക്കെ നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടോ. ഈ ഒരു ഫ്ലൈറ്റ് ജേർണിയിൽ നമുക്കങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാളും അത്യാവശ്യം കുറുമ്പൊന്നും എടുക്കാതെ നല്ല കുട്ടികളായിട്ട് തന്നെ ഇരുന്നു. ഒരുവിധം ഉറങ്ങുകയൊക്കെ ചെയ്തു. വലിയ വാശിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മള് ലാൻഡ് ചെയ്യാനുള്ള സമയമായപ്പം നമുക്കിങ്ങനെ താഴെ നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നാടെത്താറായല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിങ്ങനെ നോക്കിയോണ്ടിരിക്കുകയാണ്, എത്താറായോ എന്ന് അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ചെന്നൈ എത്താറായപ്പോഴേക്കും നിറയെ ബിൽഡിങ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തീപ്പെട്ടി കൂട് പോലെ കാണുന്നുണ്ടായിരുന്നു. താഴെ പോകുന്തോറും എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാ കാണുന്നത് MA ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. പിന്നെ ഇതേ അടുത്ത് തന്നെ മെറീന ബീച്ചും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബീച്ചിൽ ഇതാ ഒരു ഷിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബീച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലിരുന്നിട്ട്. ഇതാ അപ്പൊ നമ്മള് ലാൻഡ് ചെയ്യാറായി. ലാൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ തുള്ളിച്ചാടുമായിരുന്നു. നാടെത്തി. പുറത്ത് നമ്മുടെ എല്ലാവരും, നമ്മുടെ ഫാമിലി പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തി. ഞങ്ങളാണ് കേട്ടോ അവസാനം ഇറങ്ങിയത്. തിരക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാച്ചു. ഇനി ബാഗൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകണം. എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാഗ് എടുക്കാൻ പോയത്. ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല.
അപ്പൊ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകും. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അവരൊക്കെ അവിടെ നിൽക്കുന്ന കാണാം കേട്ടോ. അതാണ് ഞാൻ ഹായ് പറയുന്നുണ്ടായിരുന്നത്. ശ്യാമു അച്ചു എല്ലാരെയും കണ്ടപ്പോഴേക്കും കുറച്ചൊന്ന് ഇമോഷണലായി പോയിട്ടോ. നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് കാണല്ലേ, അപ്പൊ അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എന്താ പറയാ, രണ്ടും കൂടിയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഏട്ടൻ്റെ വീടാണ് കേട്ടോ ചെന്നൈ. പോകുന്ന വഴിയിൽ നമ്മുടെ നാടും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പം വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇതാ അപ്പം നമ്മൾ വീട്ടിലെത്തി. അമ്മുമ്മ മുത്തശ്ശനൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേവൂട്ടനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വരികയല്ലേ, അപ്പം അത് കാരണം അമ്മുമ്മ ആരതി കുഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റിയത്. ഇതാ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.